ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് ആർക്കും പിടികൊടുക്കാതെ സ്റ്റെബിലിറ്റി കാണിക്കാതെ മുന്നോട്ടും പിറകിലോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ഡിസിഷൻ എടുക്കുക വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഇന്നത്തെ ഒരു ഫൈനൽ ക്യാൻഡിൽ നമുക്ക് കാണാൻ കഴിയും നിഫ്റ്റിയുടെ. അത് ഒരു ഡോജി ടൈപ്പ് ക്ലോസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഈ ഒരു വളറ്റിലിറ്റി ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് എല്ലാ അനലിസ്റ്റുകളും പറയുന്നത്. എന്നാൽ ചില പുതിയ പ്രവണതകൾ നമ്മളെ മാർക്കറ്റിൽ ഉടലെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു സെക്ടറാണ് ബാങ്കിങ് സെക്ടർ. അവിടെ നടക്കുന്ന ചില മാറ്റങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 1 ഇയർ നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺ കാണിക്കുന്നത് 23.23% ആണ്. അതേസമയം നിഫ്റ്റി ബാങ്ക് അഥവാ ബാങ്ക് നിഫ്റ്റി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ 11.55% റിട്ടേൺ മാത്രമാണ് കാണാൻ കഴിയുക. അതായത് നിഫ്റ്റിയേക്കാൾ നേരെ പകുതി റിട്ടേൺ മാത്രമേ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ഒരു വർഷം നൽകിയിട്ടുള്ളൂ. അപ്പോൾ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് 12 സ്റ്റോക്കുകൾ അടങ്ങിയ ഒരു ഇൻഡെക്സ് ആണ്. ആ 12 സ്റ്റോക്കുകളിൽ PSU സ്റ്റോക്കുകളും പ്രൈവറ്റ് സെക്ടർ സ്റ്റോക്കുകളും അടങ്ങിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആണ് ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ്. അപ്പോൾ കഴിഞ്ഞ 6 മാസത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 നൽകിയ റിട്ടേൺ 11.05-ഉം നിഫ്റ്റി ബാങ്ക് നൽകിയ റിട്ടേൺ 11.43-യുമാണ്. അതായത് കഴിഞ്ഞ 6 മാസം ഒപ്പത്തിനൊപ്പം നീങ്ങിയ ഒരു റിട്ടേൺ ആണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ കഴിഞ്ഞ ഒരു മാസം റിട്ടേൺ നോക്കുകയാണെങ്കിൽ അവിടെ നിഫ്റ്റി 50 -0.84% ഒരു ഡീഗ്രോത്ത് കാണിച്ചപ്പോൾ നിഫ്റ്റി ബാങ്ക് -4.33% ഒരു ഡീഗ്രോത്ത് ആണ് കാണിച്ചത്. എന്നാൽ കഴിഞ്ഞ 5 ദിവസത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 -2.73-യും നിഫ്റ്റി ബാങ്ക് -2.36-ഉം എന്നുള്ള ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കാണുക. എന്നാൽ ഇന്നത്തെ പെർഫോമൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഡൗൺ ആയപ്പോൾ നിഫ്റ്റി ബാങ്ക് പോസിറ്റീവായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊരു വലിയ ചേഞ്ചാണ്. കാരണം ഇത്ര നാളും നിഫ്റ്റിയെ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്ന ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ചെറിയ തോതിലുള്ള ഒരു പോസിറ്റീവ് ഭാഗത്തേക്കുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ബിയറിഷ് ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി 50 ഔട്ട് പെർഫോം ചെയ്ത ഒരു ക്ലോസിംഗ് ആണ് നൽകിയത്. ഇനി ഇന്നത്തെ മറ്റൊരു ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്ടോറൽ ഇൻഡെക്സുകളിൽ പോയി കഴിഞ്ഞാൽ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് വേറെയും നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് വേറെയും പരിശോധിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഡാറ്റകളാണ് നമുക്ക് കാണാൻ കഴിയുക. നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് പോസിറ്റീവും നിഫ്റ്റി PSU ബാങ്ക് നെഗറ്റീവിലുമാണ് ക്ലോസ് ചെയ്തതെന്ന് കാണാൻ കഴിയും. അപ്പോൾ PSU ബാങ്ക് ഇൻഡെക്സിലെ 12 ബാങ്കുകളിൽ സെൻട്രൽ ബാങ്കും പഞ്ചാബ് സിന്ധ് ബാങ്കും മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. ബാക്കിയുള്ള SBI, കാനറ, PNB പോലെയുള്ള മുൻനിര PSU ബാങ്കുകൾ ഉൾപ്പെടെയുള്ള 10 ബാങ്കുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് PSU ബാങ്ക് ഇൻഡെക്സ് നെഗറ്റീവിലേക്ക് പോയത്. എന്നാൽ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലാകെയുള്ള 10 സ്റ്റോക്കുകളിൽ 4 പോസിറ്റീവായി ക്ലോസ് ചെയ്തപ്പോൾ 6 നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. ഓവറോൾ പക്ഷേ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അത് പ്രധാനപ്പെട്ട കാരണം HDFC ബാങ്ക് തന്നെയാണ്. അതിനാണ് ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേർതിരിച്ച് ഡാറ്റ നോക്കുമ്പോൾ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് PSU ബാങ്ക് ഇൻഡെക്സിനെ ഔട്ട് പെർഫോം ചെയ്തതായി കാണാം. അപ്പോൾ ഇതൊരു വലിയ ചേഞ്ചാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷം മാർക്കറ്റിലുണ്ടായുള്ള റാലികളിൽ പ്രധാനപ്പെട്ട റാലികൾ നടന്നത് PSU സെക്ടറിലാണ്. അതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സെക്ടറാണ് PSU ബാങ്കിങ് സെക്ടർ. അവിടെയാണ് ഈ ഒരു ഗെയിം ചേഞ്ച് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ നിഫ്റ്റി PSU ബാങ്കിൻ്റെയും നിഫ്റ്റി പ്രൈവറ്റ് ബാങ്കിൻ്റെയും ഒരു പെർഫോമൻസ് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം PSU ബാങ്കുകൾ 52% റിട്ടേൺ നൽകിയപ്പോൾ പ്രൈവറ്റ് ബാങ്കുകൾ 22% റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. നേരെ പകുതിയായിരുന്നു റിട്ടേൺ. എന്നാൽ കഴിഞ്ഞ ഒരു മാസം റിട്ടേൺ നോക്കുകയാണെങ്കിൽ PSU ബാങ്കുകൾ -5.48% റിട്ടേൺ നൽകിയപ്പോൾ നിഫ്റ്റി പ്രൈവറ്റ് -4.42% ആണെന്ന് കാണാം. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് ബാങ്കുകൾ ഔട്ട് പെർഫോമിങ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കഴിഞ്ഞ 1 വീക്കിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ -7.04% ആണ് PSU സ്റ്റോക്കുകൾ നൽകിയതെങ്കിൽ -2.87% ആണ് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്കുകൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും 1 വീക്ക് ടൈം ഫ്രെയിമിൽ പ്രൈവറ്റ് ബാങ്കുകൾ നിഫ്റ്റി PSUവിനെ ഔട്ട് പെർഫോം ചെയ്തതായിട്ട് കാണാം. ഇനി ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി PSU ബാങ്കുകൾ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്കുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നേരിയൊരു ഡിഫറൻസിലാണെങ്കിലും നിഫ്റ്റി PSU -0.78-ഉം നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് +0.09%-ഉമാണെന്ന് കാണാം. അപ്പോൾ ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ്. മൊത്തത്തിൽ ബാങ്കിങ് സെക്ടർ സ്റ്റോക്കുകളിൽ പ്രൈവറ്റ് സെക്ടർ സ്റ്റോക്കുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് രൂപപ്പെടുന്നതായിട്ട് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ കുറേ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. തീർച്ചയായും വരും ക്വാർട്ടറുകളിൽ നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രകടനം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം.
അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ ഈ ഒരു ഔട്ട് പെർഫോമൻസിൻ്റെ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈയിടെ വന്ന ഒരു ഡാറ്റ പരിശോധിച്ചാൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും PSU സെക്ടർ ബാങ്കുകളും നടത്തിയിട്ടുള്ള ഒരു ബിസിനസ് പെർഫോമൻസിൻ്റെ ഒരു താരതമ്യം പരിശോധിച്ചാൽ നമ്മൾ കാണുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ അല്ലെങ്കിൽ PSU ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ഗ്രോത്ത് കുറഞ്ഞു വരുന്നതായിട്ടാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. അതായത് കഴിഞ്ഞ ക്വാർട്ടറിലെ ഇയർ ഓൺ ഇയർ ഡെപ്പോസിറ്റ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ PSU ബാങ്കുകളിൽ അത് 5% മുതൽ 13% വരെ മാത്രമാണെന്ന് കാണാം. എന്നാൽ പ്രൈവറ്റ് ബാങ്കുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും കുറഞ്ഞത് 12% മുതൽ 35% വരെയുള്ള ഒരു വമ്പിച്ച ഒരു ഗ്രോത്താണ് ഡെപ്പോസിറ്റിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് PSU ബാങ്കുകൾ അണ്ടർ പെർഫോം ചെയ്തത് എന്നുള്ള വ്യക്തമായ കാരണം ഇത് തന്നെയാണ്. ഈ ഡെപ്പോസിറ്റ് ഗ്രോത്തിൽ PSU സ്റ്റോക്കുകൾ പുറകിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി വ്യക്തമായ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് PSU സ്റ്റോക്കുകളുടെ ചില മുൻനിര സ്റ്റോക്കുകളുടെയും ചില മുൻനിര പ്രൈവറ്റ് ബാങ്ക് സ്റ്റോക്കുകളുടെയും ഒരു താരതമ്യം നോക്കാം. ഇവിടെ നമുക്ക് കാണാം, ഒരു കമ്പാരറ്റീവ് സ്റ്റഡി നോക്കുകയാണെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ SBIയുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ 8.2% ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 9.7% ആണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ 8.9% ആണ്. കാനറ ബാങ്കിൻ്റെ 12.0% ആണ്. യൂക്കോ ബാങ്ക് 7.4% ആണ്. കാനറ ബാങ്ക് മാത്രമാണ് കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട പ്രകടനം നടത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇനി പ്രൈവറ്റ് സെക്ടറിലുള്ള മുൻനിര ബാങ്കുകൾ എടുത്തു കഴിഞ്ഞാൽ അവയുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് നമ്മൾ നോക്കുക. HDFC ബാങ്കിൻ്റെത് ഇയർ ഓൺ ഇയറിൽ 24.4%ൻ്റെ ഗ്രോത്താണ്. ICICI ബാങ്ക് 15.1%, ആക്സിസ് ബാങ്ക് 12.8%, കൊടാക് മഹീന്ദ്ര ബാങ്ക് 15.8%, ഇൻഡസ് ഇൻഡ് ബാങ്ക് 14.8%ൻ്റെയും ഗ്രോത്താണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാമെങ്കിൽ HDFC ബാങ്കിൻ്റെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. 24.4% ആണ്. ബഹുദൂരം അതിൻ്റെ പിയേഴ്സിനെ പിന്നിലാക്കിക്കൊണ്ടാണ് HDFC ബാങ്കിൻ്റെ മുന്നേറ്റം ഡെപ്പോസിറ്റ് ഗ്രോത്തിൽ നമുക്ക് കാണുന്നത്. ബാക്കി ICICI ബാങ്കിൻ്റെ, ആക്സിസ് ബാങ്കിൻ്റെയും, കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെയും, ഇൻഡസ് ഇൻഡ് ബാങ്കിൻ്റെയൊക്കെ ആവറേജ് പെർഫോമൻസ് ആണ്. എങ്കിലും കാനറ ബാങ്കിനോട് കിടപിടിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് അവിടെ കാഴ്ചവെച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ HDFC ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് ഗ്രോത്തിലുള്ള ആ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിനോട് കിടപിടിക്കുന്ന പെർഫോമൻസ് കാഴ്ചവെച്ച ചെറിയ ബാങ്കുകൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് ഫെഡറൽ ബാങ്കാണ്. അതിൻ്റെ ഇയർ ഓൺ ഇയർ ഡെപ്പോസിറ്റ് ഗ്രോത്ത് 19.58% എന്ന് കാണാം. അതുപോലെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഇയർ ഓൺ ഇയർ ഡെപ്പോസിറ്റ് ഗ്രോത്ത് 22% ആണെന്ന് കാണാം. അതുപോലെ IDFC ഫസ്റ്റ് ബാങ്കിൻ്റേത് ഇയർ ഓൺ ഇയർ ഡെപ്പോസിറ്റ് ഗ്രോത്ത് 38.7%ൻ്റെ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് IDFC ഫസ്റ്റ് ബാങ്കിൽ കാണുന്നത്. യെസ് ബാങ്ക് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ ഡെപ്പോസിറ്റ് ഗ്രോത്ത് 17.2%ൻ്റെ മോശമല്ലാത്ത ഒരു പ്രകടനമാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലുള്ള രണ്ടാം നിരയിലുള്ള ബാങ്കുകളെയാണ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതും ഈ ഒരു രണ്ടാം നിര ബാങ്കുകളെയാണ്. അതിലിപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കഴിഞ്ഞ ക്വാർട്ടറിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് നേരിയ തോതിൽ അവർ വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 28.5% നിന്ന് 28.63% ആയിട്ട് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി IDFC ഫസ്റ്റ് ബാങ്കിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് അവർ 7.93% നിന്നും 12.81% ആയിട്ട് ഉയർത്തിയതായിട്ടും കാണാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണുന്നത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിലാണ്. അവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 3.48% നിന്നും 24.68% ഒരു മാസീവായിട്ടുള്ള ജമ്പാണ് നമ്മൾ കാണുന്നത്. ഇനി ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ 2.33% നിന്നും 7.33% ഒരു ഹോൾഡിംഗ് വർധനവും കാണിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഡിമേർജർ ന്യൂസൊക്കെ നമുക്കറിയാം. കാരണം ഉജ്ജീവൻ ഫൈനാൻഷ്യൽ സർവീസസ് ഈ ബാങ്കിൽ ലയിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഹോൾഡിംഗ് അവർ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ഭാഗം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ കുറേ ഭാഗം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിനും അവർ RBI റെഗുലേഷൻ്റെ ഭാഗമായിട്ട് അവർ വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവരത് വാങ്ങിക്കൂട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും നല്ല തോതിൽ ഈ സ്റ്റോക്കിൽ ബുള്ളിഷാണ് എന്നതുകൊണ്ടാണ് അത്തരത്തിൽ അവർ നല്ല ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇനി യെസ് ബാങ്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് വർദ്ധിച്ചതായിട്ട് കാണാം. 22% നിന്നും അത് 27.08% ആയിട്ട് വർദ്ധിച്ചതായി കാണാം. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ് കുറച്ചും കൂടി പ്രോമിസിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു സ്ഥിരമായിട്ടുള്ള പ്രകടനമാണോ അല്ലെങ്കിൽ ഇത് ടെമ്പററി ആണോ എന്ന് നമുക്ക് അറിയാൻ കഴിയുകയില്ല. ഇനിയും വരാൻ പോകുന്ന ക്വാർട്ടറുകളിൽ ഇവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രകടനം പ്രൈവറ്റ് ബാങ്കുകൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായും അത് ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ വലിയൊരു ഗെയിം ചേഞ്ചിന് കാരണമാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പ്രൈവറ്റ് ബാങ്ക് മേഖലയിലുള്ള ബാങ്കിങ് സ്റ്റോക്കുകൾ കയ്യിലുണ്ടെങ്കിൽ അത് വിൽക്കാനുള്ള സമയമല്ല. കാരണം അത് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സമയമാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.
എങ്കിലും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഒരു റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. ഒരു ഇൻഫോംഡ് ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്തു എന്ന് മാത്രം. നിങ്ങളുടേതായ പഠനം നടത്തിക്കൊണ്ട് ഫൈനാൻഷ്യൽ അഡ്വൈസറുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.